ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇന്ത്യ തന്നെയാണ് ക്രിക്കറ്റിനെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? Finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി ഫാക്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ടാമത്തെ സ്പോർട്സ് ആണ് ക്രിക്കറ്റ്. പുറമേ ഒരു ചൊല്ലുണ്ട്, ക്രിക്കറ്റ് കാണുന്ന മൂന്നിലൊരാൾ ഇന്ത്യക്കാരനാവും എന്നത്. ഇതിന് കാരണം 2 ടിക്കറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലേക്ക് ക്രിക്കറ്റിനെ കൊണ്ടുവന്നത്. പണ്ടൊക്കെ പൈസക്കാർ മാത്രം ആണ് ഈ ഗെയിം കളിച്ചിരുന്നത്. പതിയെ ക്രിക്കറ്റ് ഒട്ടുമിക്ക കോളനി വൽക്കരിച്ച രാജ്യങ്ങളിലും പ്രസിദ്ധമാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകരാജ്യങ്ങളൊക്കെ ചേർന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. കളിക്കാർക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ള തുക പോലും കൊടുക്കാൻ BCCIയുടെ കയ്യിൽ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ 2 വേൾഡ് കപ്പും ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു. 2 വേൾഡ് കപ്പിലും വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചു. ഇന്ത്യ ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1983 വേൾഡ് കപ്പിൽ പ്രവചനങ്ങൾക്ക് വിപരീതമായി എല്ലാവരും അണ്ടർഡോഗ്സ് എന്ന് കരുതിയിരുന്ന നമ്മുടെ ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുന്നു. ഇവിടെ മുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടേണിംഗ് പോയിന്റ്. ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയ വിവരമറിഞ്ഞ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയും ബംഗാൾ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ തന്റെ ഉറ്റ സുഹൃത്തായ BCCI പ്രസിഡന്റായ നരേന്ദ്രകുമാർ പ്രസാദ് റാവു സാൽവെയോട് തനിക്കും തന്റെ ഭാര്യയ്ക്കും 2 ടിക്കറ്റ് ആവശ്യപ്പെടുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് ടിക്കറ്റുകളും മറ്റുമൊക്കെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ കീഴിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് BCCIയുടെ ഈ ആവശ്യം നിരസിക്കുന്നു. ആ ഒരു സംഭവത്തോടുകൂടി BCCIക്ക് മനസ്സിലായി, വേൾഡ് കപ്പ് നേടിയാൽ മാത്രമേ ലോക ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിലയുണ്ടാവുകയുള്ളൂ എന്ന്. അങ്ങനെ കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പ് വിജയിക്കുന്നു. അതിനുശേഷം നടന്ന ICC യോഗത്തിൽ ഇന്ത്യ റൊട്ടേഷണൽ പോളിസി മുന്നോട്ട് വെക്കുന്നു. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം മാറണം. നേരത്തെ ഇംഗ്ലണ്ട് മാത്രമായിരുന്നു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഈ ആശയത്തോട് താല്പര്യമില്ലായിരുന്നെങ്കിലും ബാക്കി എല്ലാ രാജ്യങ്ങളും ഇതിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ഇന്ത്യയിൽ ക്രിക്കറ്റ് കുറച്ചുകൂടെ പ്രചാരം വരുന്നതിനായി ഇന്ത്യ സ്വന്തമായി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യണമെന്ന ആശയത്തിലെത്തി. എന്നാൽ സ്വന്തമായി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള പണമോ സ്വാധീനമോ അന്ന് BCCIക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ സഹായം തേടി. അങ്ങനെ ഇന്ത്യ അടുത്ത വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള അനുമതി നേടി. എന്നാൽ അപ്പോഴാണ് അടുത്ത വെല്ലുവിളി നേരിട്ടത്. ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിനെ ചൊല്ലിയുള്ള പ്രശ്നമായിരുന്നു അത്. വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്യാൻ അന്ന് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്യുന്നതിനായി BCCI ദൂരദർശന് പണം കൊടുക്കണമായിരുന്നു. ഇതിനിടയിൽ കാണിക്കുന്ന പരസ്യങ്ങളുടെ റവന്യൂ പോലും ദൂരദർശനായിരുന്നു കിട്ടിയിരുന്നത്. BCCIക്കും പാകിസ്ഥാൻ ബോർഡിനും ടിക്കറ്റ് വിറ്റുള്ള പൈസയും സ്പോൺസർഷിപ്പ് പൈസകളും മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തതുകൊണ്ട് BCCIക്ക് മൊത്തത്തിൽ നഷ്ടമാണ് ഉണ്ടായത്. എങ്കിലും അതൊരു തിരിച്ചറിവായിരുന്നു, ഇന്ത്യയുടെ ക്രിക്കറ്റ് മാർക്കറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. പിന്നീട് BCCI ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് വിൽക്കാൻ തുടങ്ങി. പതിയെ BCCIയുടെ നില മെച്ചപ്പെടാൻ തുടങ്ങി. ദൂരദർശനിന്റെ മൊണോപ്പൊളി അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ സൗത്ത് ആഫ്രിക്കൻ കമ്പനിക്ക് ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് വിറ്റു. പിന്നീട് ഒരിക്കലും BCCIക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നത്. വിദേശ കമ്പനികളുടെ കുത്തൊഴുക്കായിരുന്നു പിന്നീട്. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടണമെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ച് വേണം പരസ്യം ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ക്രിക്കറ്റിനെ ഒരു മതം പോലെ കൊണ്ടു നടക്കുന്ന ഇന്ത്യയിൽ ക്രിക്കറ്റേഴ്സിനെ വെച്ച് പരസ്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇത് BCCIക്ക് ലോട്ടറി അടിക്കുന്നത് പോലെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോഴേക്കും BCCIയുടെ അധികാരവും പണവും വിചാരിക്കുന്നതിനും അപ്പുറമായി. ഇന്ത്യ തന്നെ മുന്നോട്ട് വെച്ച റൊട്ടേഷണൽ പോളിസി അനുസരിച്ച് 1996 വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു ഹോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ BCCIയുടെ മുന്നിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി $14 മില്യൺ ഓഫർ മുന്നോട്ട് വെച്ചു. അതായത് ഇന്ത്യ ആ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്താൽ $14 മില്യൺ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ആയി BCCIക്ക് ലഭിക്കും. അതുകൊണ്ട് BCCI എല്ലാ ചെറുകിട ക്രിക്കറ്റ് ബോർഡുകളെയും സ്വാധീനിച്ച് ഇന്ത്യക്ക് ആ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് നേടിയെടുത്തു. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഇതിനെ ശക്തമായ രീതിയിൽ എതിർത്തു. അവരെല്ലാം ഇന്ത്യയുടെ ഈ മോണോപോളിസ്റ്റിക് ബിഹേവിയറിനെ വല്ലാതെ ഭയന്നിരുന്നു. അങ്ങനെ BCCIക്ക് ഒരു കാര്യം മനസ്സിലായി, ICCയുടെ പ്രസിഡന്റായി ഒരു ഇന്ത്യക്കാരൻ വന്നാൽ ക്രിക്കറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യാമെന്ന്. എന്നാൽ ICCയുടെ പ്രസിഡന്റ് സ്ഥാനം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വോട്ടിംഗിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ BCCI പ്രസിഡന്റ് മോറൽസ് എല്ലാം മറന്ന് ചെറിയ ക്രിക്കറ്റ് ബോർഡുകളെ പണവും വാഗ്ദാനങ്ങളും നൽകി സ്വാധീനിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ICCയുടെ പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനായി.
പിന്നീട് ഇന്ത്യ പറയുന്നത് പോലെയായിരുന്നു ലോക ക്രിക്കറ്റിൽ നടന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BCCIയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം ഉണ്ടാവുന്നത്. 2001 നടന്ന ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിൽ 2 മത്സരം കഴിഞ്ഞപ്പോൾ 6 ഇന്ത്യൻ കളിക്കാരെ ബാൻ ചെയ്യുന്നു. അതിൽ ഇന്ത്യയുടെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ആയിരുന്ന സച്ചിനും ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി. സച്ചിൻ ബോൾ ടാമ്പറിംഗ് ചെയ്തു എന്നായിരുന്നു ആരോപണം. എക്സ്പേർട്സും മുൻ ക്രിക്കറ്റേഴ്സും ഇതിനെ ശരിവെച്ചു. He should be forgiven for that. He's totally wrong. I mean, Tendulkar was picking the seam of that ball. എന്നാൽ ഇതിൽ പ്രകോപിതരായ BCCI ICCയോട് 3ാമത്തെ ടെസ്റ്റ് മാച്ചിന് മുൻപ് അമ്പയർ ആയിരുന്ന മൈക്ക് ഡെന്നസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ICC ഇതിനെ ശക്തമായി എതിർത്തു. അതുകൊണ്ട് BCCI നേരെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിനോട് ഇതേ കാര്യം ആവശ്യപ്പെട്ടു. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ആദ്യം എതിർത്തെങ്കിലും BCCIയുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ക്യാൻസൽ ആക്കുമെന്ന ഭീഷണിയിൽ അവർ വഴങ്ങി. ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ക്യാൻസൽ ആയാൽ അത് അവരുടെ ക്രിക്കറ്റ് ബോർഡിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് അവർ അതിന് വഴങ്ങി. അങ്ങനെ ICCയുടെ അനുവാദമില്ലാതെ 3ാമത്തെ ടെസ്റ്റും നടന്നു. ഇത് ലോക ക്രിക്കറ്റിന് മുന്നിലുള്ള ഇന്ത്യയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് T20 ക്രിക്കറ്റ് എന്ന പുതിയ ക്രിക്കറ്റ് രീതി പ്രചാരത്തിലാവുന്നത്. പല രാജ്യങ്ങളും അവരുടേതായ ക്രിക്കറ്റ് ലീഗുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അതിന് ഇന്ത്യയിൽ കുറച്ചുകൂടെ പ്രചാരം വരുന്നത് ആദ്യ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയപ്പോഴാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സി എന്റർടൈൻമെന്റ്സിന്റെ ഓണറായ ഡോക്ടർ സുഭാഷ് ചന്ദ്രക്ക് സ്വന്തമായി ഒരു പ്രൈവറ്റ് ലീഗ് തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാവുന്നത്. അതിനു മുൻപും ഇങ്ങനെ ഒരു ലീഗ് വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിൽ അത് വിജയിക്കുമോ എന്ന സംശയത്തിലായിരുന്നു. അങ്ങനെ ഇന്ത്യ ആദ്യ T20 വേൾഡ് കപ്പ് വിജയിച്ചതോടുകൂടി അത് തുടങ്ങാനുള്ള കോൺഫിഡൻസ് ആയി. അങ്ങനെ കപിൽ ദേവിനെ ചെയർമാനാക്കിക്കൊണ്ട് ICL ആരംഭിച്ചു. ഈ സമയത്ത് BCCI ഇതിനെപ്പറ്റി വലിയ ബോധേഡ് അല്ലായിരുന്നു. പല പ്രമുഖ താരങ്ങളും ഇതിൽ പങ്കെടുത്തു. എന്നാൽ ICLന്റെ വലിയ വിജയം കണ്ട BCCI സ്വന്തമായി ഒരു T20 ലീഗ് വേണം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ 2008 നമ്മുടെ IPL ലോഞ്ച് ചെയ്തു. കൂടാതെ പുതിയ ഒരു നിയമവും കൊണ്ടുവന്നു. IPL അല്ലാതെ മറ്റൊരു ലീഗും കളിക്കാർ കളിക്കരുത് എന്ന്. ഇതിന് വിപരീതമായി ആരെങ്കിലും വിദേശ ലീഗുകളിൽ കളിച്ചാൽ പിന്നെ ഇന്ത്യ ടീമിൽ കയറാൻ പറ്റില്ല എന്നായിരുന്നു നിയമം. എന്നാൽ BCCI മറ്റുള്ള ക്രിക്കറ്റ് ബോർഡുകളെ കൊണ്ട് അവരുടെ പ്ലെയേഴ്സിനെ തങ്ങളുടെ ലീഗിലും കളിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ത്യയിലെ പ്ലെയേഴ്സ് വേറെ ഒരു ലീഗിൽ കളിച്ചാൽ ആ ലീഗ് കൂടുതൽ സക്സസ് ആവും എന്നതായിരുന്നു BCCIയുടെ ഭയം. അങ്ങനെ സംഭവിച്ചാൽ BCCIയുടെ ഇപ്പോഴുള്ള പവറും ഇൻഫ്ലുവൻസും ഇല്ലാതാവും എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ IPLൽ തങ്ങളുടെ രാജ്യത്തെ ക്രിക്കറ്റ് ലീഗുകൾ കൊടുക്കുന്ന തുകയുടെ 10 മടങ്ങ് ഓഫർ ചെയ്തു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ IPL ഒരു വലിയ സക്സസ് ആയി. ഇവിടം കൊണ്ടും BCCI അവസാനിപ്പിച്ചില്ല. മുമ്പൊക്കെ ICCക്ക് കിട്ടിയിരുന്ന വരുമാനം ICCയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലായി ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്. ICC രജിസ്റ്റർ ചെയ്ത രാജ്യങ്ങൾക്ക് അവരുടെ നാട്ടിലെ ക്രിക്കറ്റ് വളർത്തുന്നതിനായിരുന്നു ആ പണം കൊടുത്തിരുന്നത്. എന്നാൽ ICCക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അധികവും ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞ് BCCI വാദിക്കാൻ തുടങ്ങി. ഇതുപോലെ മറ്റു വലിയ രാജ്യങ്ങളായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെയും സഹായത്തോടെ ബിഗ് 3 എന്ന ഗ്രൂപ്പും ഉണ്ടാക്കി. അങ്ങനെ മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ നാട്ടിലെ ക്രിക്കറ്റ് വളർത്താനുള്ള പണം പോലും ഇല്ലാതെയായി. ഫുട്ബോളിലെ പ്രധാന രാജ്യങ്ങളായ ബ്രസീലും അർജന്റീനയും പോലും ICCക്ക് കീഴിലുണ്ട്. എന്നാൽ ഇവർ പരസ്പരം കളിക്കുന്നു എന്നല്ലാതെ മറ്റൊരു വലിയ രാജ്യവുമായി ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് വൻ രീതിയിൽ വളരുന്നതും മറ്റു രാജ്യങ്ങളിൽ ക്രിക്കറ്റിനുള്ള സ്വീകാര്യത കുറയുന്നതും. നിങ്ങൾ BCCIയുടെ ഈ പ്രവൃത്തിയോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.